മാത്രമല്ല, അതൊരു എമർജൻസി സിറ്റുവേഷനായിട്ട് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം പറഞ്ഞതിൽ നിന്നും എടുത്ത നിലപാടിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകൾക്ക് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഒരു സംഗമം നടത്താൻ തോന്നിയത് അതൊരു അടിയന്തര സാഹചര്യമായിരുന്നുള്ളവർ തിരിച്ചറിഞ്ഞിട്ടാണ്. അപ്പൊ ഇത് അറിയുന്നവർ ദേവസ്വം ബോർഡിലുണ്ട്, അതിന്റെ തലപ്പത്തുണ്ട്, ഇത് അറിയുന്നവർ ഗവൺമെന്റിലുമുണ്ട്, മന്ത്രിസഭയിലുമുണ്ട്. ഇല്ലാതെ ഇത് നടക്കില്ല. ആ ഉത്തരവാദികളെ കണ്ടെത്തണമെങ്കിൽ ഇതിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ തയ്യാറാവണം. സംഗമം നടത്തി കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ തട്ടിപ്പുകളെ മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളത് ഗവൺമെന്റും ബന്ധപ്പെട്ട ആളുകളും തിരിച്ചറിയണം. ചെമ്പാണെന്ന് പറയുന്ന ആളുകൾ നേരത്തെ വിജയമല്യാന്ന് തോന്നുന്നു നേരത്തെ ഇത് സ്വർണം പൂശിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ പൂശിയ സ്വർണത്തിന് എന്തു പറ്റി? അവിടെയുള്ള കമ്പനി പറയുന്നു ഞങ്ങൾ സ്വർണത്തുമ്മ വീണ്ടും സ്വർണം പൂശാറില്ല എന്നുള്ള രീതിയിൽ അവർ പ്രതികരിക്കുന്നു എന്ന് വാർത്തകൾ വരുന്നു. അപ്പൊ അവിടെ ചെന്നത് ചെമ്പാണോ? ഇവിടുന്ന് എടുക്കുമ്പോഴുള്ള സ്വർണം അവിടെ എത്തുമ്പോൾ ചെമ്പായതാണോ? ഇതൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല. ഈ ഉത്തരങ്ങൾ ഇനി കണ്ടെത്തണമെങ്കിൽ ദേവസ്വം വിജിലൻസും ദേവസ്വം ബോർഡിന്റെ അന്വേഷണമൊന്നും കൊണ്ട് നടക്കില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയെ ഉൾപ്പെടെ മാറ്റി നിർത്തി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടക്കാതെ ഈ കാര്യങ്ങൾ പുറത്തു വരില്ല എന്നുള്ളത് തീർച്ചയാണ്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഇപ്പൊ വ്യക്തമായി, അയ്യപ്പ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് തോൽവി മൂലം അല്ലെങ്കിൽ വന്നേക്കാവുന്ന തോൽവി മൂലം വെപ്രാളം മാത്രമല്ല. ഈ സംഭവങ്ങൾ പുറത്തു വരുമോ എന്നുള്ള വെപ്രാളം കൊണ്ട് ഉണ്ടായ അടിയന്തര സ്നേഹമാണ് ആ സംഗമത്തിനുണ്ടായത്.